Dear students, very good morning all. All are welcome to Corporate Accounting new video classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ലാസ്റ്റ് മൊഡ്യൂൾ ഇമ്പോർട്ടൻറ്റ് ഡിസ്ക്ലോഷർ ബേസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന് ദാറ്റ് മീൻസ് ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, അതുപോലെ IND-AS ദാറ്റ് മീൻസ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷർ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്തു പോവുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ചാപ്റ്ററിനകത്ത് deals with the disclosure related accounting standards such as earnings per share, then basic earning per share, then diluted earning per share, then disclosed in and international AS 33. Second one, segment reporting. അതായത് സെപ്പറേറ്റ് സെഗ്മെന്റിൽ ഒരു യൂണിറ്റിന്റെ ഡിഫറെന്റ് ബ്രാഞ്ചസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുന്നു. അത് സെയിം കാറ്റഗറി ഓപ്പറേഷൻസ് ആവാം, ഡിഫറെന്റ് കാറ്റഗറി ഓപ്പറേഷൻസ് ആവാം. അതുപോലെ ഒരു കൺട്രിയിൽ നിന്നും വ്യത്യസ്ത കൺട്രിയിൽ കൊണ്ടുപോയിട്ട് ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്തുകൊണ്ട് പോകാം. അപ്പോൾ ഒരുപാട് സെഗ്മെന്റിൽ ഉണ്ടാകുന്ന ഡിസ്ക്ലോഷർ എങ്ങനെയാണ്, അപ്പോൾ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യും, സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്നുള്ളതാണ് സെഗ്മെന്റ് റിപ്പോർട്ടിങ്ങിലൂടെ ഡിസ്ക്ലോസ് ചെയ്യുന്നത്. ദെൻ ഇവന്റ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരിയഡ്. ഇപ്പോൾ റിപ്പോർട്ടിംഗ് പീരിയഡ് എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ടൈം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ടൈം കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഇവന്റ് ഒക്കർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് കണ്ടക്ട് ചെയ്ത് പോവുക. അത് IND-AS 24-ലാണ്, IND-AS 10-ലാണ് ഡിസ്ക്ലോസ് ചെയ്യുന്നത്. ദെൻ സെഗ്മെന്റ് റിപ്പോർട്ടിംഗ് IND-AS 108-ലാണ് ഡിസ്ക്ലോസ് ചെയ്യുന്നത്. ദെൻ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഒരു ഫേമിന്റെ റെഗുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൈമറി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്താണോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇറഗുലർ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അത് ഡിസ്ക്ലോസ് ചെയ്യുന്നത് IND-AS 24-ലാണ്. അതുപോലെ ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസ്, ദെൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് ആൻഡ് എറേഴ്സ്. ഇപ്പോൾ എറേഴ്സ് ഉണ്ടാവുക, ദെൻ അക്കൗണ്ടിങ്ങിലെ എസ്റ്റിമേറ്റ്സ് നടത്തുക, ദാറ്റ് മീൻസ് പ്ലാനിങ് പ്രൊസീജിയർ കണ്ടക്ട് ചെയ്തു പോകുന്നു. അതുപോലെ അക്കൗണ്ടിങ് പോളിസീസ്, ഇതിലൊക്കെ ചേഞ്ചസ് വരുത്തുന്ന സമയം എങ്ങനെയാണ് ഡിസ്ക്ലോഷർ കൊടുക്കേണ്ടത്. ദെൻ ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഒരു ഇടക്കാല സമയത്ത് നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് തയ്യാറാക്കേണ്ടി വരും. ആ ഒരു സമയത്ത് ഏത് രീതിയിലാണ് അതിന്റെ ഡിസ്ക്ലോഷർ ക്രിയേറ്റ് ചെയ്ത് പോവുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഫാക്റ്റാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ ഫസ്റ്റ് പാർട്ട്, അക്കൗണ്ടിംഗ് ഫോർ ബേസിക് ആൻഡ് ഡൈല്യൂട്ടഡ് EPS. accounting for basic and diluted EPS. EPS means earning per share. അപ്പോൾ ഏണിംഗ് പെർ ഷെയറിൽ എങ്ങനെയാണ് ബേസിക് ഏണിംഗ് പെർ ഷെയർ ഉണ്ട്, അതുപോലെ ഡൈല്യൂട്ടഡ് ഏണിംഗ് പെർ ഷെയർ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രൊസീജിയർ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്തു പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളതും ഈ ഒരു ടേമിനകത്താണ്. ദാറ്റ് മീൻസ് EPS കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എക്സാമിന് ഈ ഒരു ചാപ്റ്ററിന് 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ മേ ബി 5 മാർക്സിന്റെ 2 ക്വസ്റ്റ്യൻ, അതായത് ഒരു തിയറി ക്വസ്റ്റ്യനും ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും മിക്കവാറും ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൽ പ്രാക്ടിക്കൽ വർക്കൗട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞത് ഇവിടെ തന്നെയാണ്. ദാറ്റ് മീൻസ് ഏണിങ്സ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, സാധാരണ നമ്മുടെ തിയറി പഠിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അക്കൗണ്ടിങ്ങിന്റെ സ്റ്റാൻഡേർഡ്സിനെയാണ് ഇവിടെ ബേസിക് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ആ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പഠിച്ചു പോകുമ്പോൾ അതിനൊരു റൂൾ ഉണ്ട്. ദാറ്റ് മീൻസ് ഫസ്റ്റ് വണ്ണിൽ ഇതിന്റെ ഒബ്ജക്റ്റീവ്. ഓക്കെ, ഒബ്ജക്റ്റീവ്, ഈ ഒരു ടേം നമ്മൾ പഠിക്കുന്നതിനുള്ള ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ടിൽ ഇതിന്റെ സ്കോപ്പ്, ഇത് എവിടെല്ലാം വ്യാപിച്ച് കിടക്കുന്നു എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നു. മൂന്നാമത്തെ പാർട്ടിൽ ഡെഫിനിഷൻസ്. നിങ്ങൾ കഴിഞ്ഞ തവണ IFRS പഠിച്ച സമയത്ത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ IFRS അല്ലെങ്കിൽ ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന്റെ തിയറി പാർട്ട് പഠിക്കുന്ന സമയം അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്,
അതിന്റെ സ്കോപ്പ് എന്താണ്, അതിന്റെ ഡെഫിനിഷൻസ് എന്തെല്ലാമാണ്, ദെൻ എങ്ങനെയാണ് മെഷർമെന്റ് നടത്തുന്നത്. ഈ 4 ഫാക്റ്റാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഏത് ഫാക്ട് എടുത്തിരുന്നാലും അതിനൊരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, ദെൻ അതിന്റെ സ്കോപ്പ്, ദെൻ ഡെഫിനിഷൻസ് ആൻഡ് മെഷർമെന്റ്. ഈ മെഷർമെന്റിലാണ് എന്ത് ചെയ്യാനുള്ളത്, നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ്, എന്തായിരിക്കും അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവുക. ദാറ്റ് മീൻസ് EPS എന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. EPS ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മെഷർമെന്റ് ഓഫ് പെർഫോമൻസ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ പെർഫോമൻസ് മെഷർ ചെയ്യുവാനുള്ള ഒരു സ്കെയിലാണ് ഏത് EPS എന്ന് പറഞ്ഞാൽ. EPS എന്ന് പറഞ്ഞാൽ എന്താണ്, EPS ഏർണിങ്സ് പെർ ഷെയർ, ഏർണിങ്സ് പെർ ഷെയർ. ഓക്കെ, അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം, ടോട്ടൽ പ്രോഫിറ്റ് കിട്ടണം. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഓൾ എക്സ്പെൻസസ്, ദാറ്റ് മീൻസ് ടാക്സ് പേയ്മെന്റ് ഡിഡക്ട് ചെയ്യണം, അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനുള്ള ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കണം, അതുപോലെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, ഡിഡക്ട് ചെയ്യാനുണ്ടാവും. ഇതെല്ലാം കഴിച്ചിട്ട് ബാക്കി കിട്ടുന്ന നെറ്റ് എമൗണ്ട്, അതാണ് കമ്പനീന്റെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, നമ്പർ ഓഫ് ഷെയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോഴാണ് നമുക്ക് ഈ EPS ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ക്ലിയർ ആണല്ലോ. ദാറ്റ് മീൻസ് ടാക്സിന്റെ വോളിയം പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ചെയ്യണം, അതുപോലെ എന്ത് ചെയ്യണം, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യാനുണ്ടാവും, ദെൻ ഇക്വിറ്റി ഷെയറിനും പ്രിഫറൻസ് ഷെയർസിനും എന്ത് കൊടുത്തിട്ടുണ്ടാവും, ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടാവും. ഇതെല്ലാം എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഇത് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും മൈനസ് ചെയ്തിട്ട് കിട്ടുന്നതാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പോഴാണ് എന്ന് പറയുന്നത് EPS ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മെഷർ ഓഫ് പെർഫോമൻസ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ പെർഫോമൻസ് എന്താണ് എന്ന് മെഷർ ചെയ്യാനുള്ള ഒരു തീമാണ് എന്ത്, EPS എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ഡിസ്ക്ലോസ്ഡ് ഓൺ ദ ഫേസ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ പ്രോഫിറ്റിനെ അല്ലെങ്കിൽ അതിന്റെ ലോസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് EPSന്റെ റിസൾട്ട് ഉണ്ടായിരിക്കുക. ദെൻ ഇൻഡ് AS 33 സ്പെസിഫൈ ദ റിക്വയർമെന്റ്സ് റിലേറ്റിംഗ് ടു EPS. അപ്പൊ ഇൻഡ് ASല് 33ലാണ് എന്ത് ഡിസ്ക്ലോസ് ചെയ്യുന്നത്, ഏർണിംഗ് പെർ ഷെയർ ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ ഏർണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ പെർഫോമൻസ് മെഷർ ചെയ്യുന്ന, അതായത് ഒരു യൂണിറ്റിന്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു സംരംഭത്തിന്റെ പെർഫോമൻസ് എന്താണ് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ മെഷർ ചെയ്യുവാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റ് ആണ് ഏത്, EPS എന്ന് പറയുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം ടോട്ടൽ പ്രോഫിറ്റ്, ദാറ്റ് മീൻസ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. അപ്പൊ നമ്പർ ഓഫ് ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2 രീതിയിലുണ്ട്. വെയ്റ്റഡ് ആവറേജ് രീതിയിലും കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്, ആക്ച്വൽ നമ്പർ ഓഫ് ഷെയർസിന്റെ ബേസിലും കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നിടത്ത് ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ. ഇൻഡ് AS 33ലാണ് ഏർണിംഗ് പെർ ഷെയർ ഡിസ്ക്ലോസ് ചെയ്യുന്നത്. ഏർണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നതിനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്. ഇത് കണ്ടുപിടിക്കുന്നത് നെറ്റ് പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് EPS ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, എന്തായിരിക്കും ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് ചെക്ക് ചെയ്യാം. Then to prescribe principles for determining and presenting EPS amount. First objective ആണ് to prescribe principles for determining and presenting EPS amount. അപ്പോൾ EPSന്റെ എമൗണ്ട്, ഏർണിംഗ് പെർ ഷെയറിൽ എത്രയാണ് എമൗണ്ട് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാനും പ്രസന്റ് ചെയ്യുവാനുമുള്ള പ്രിൻസിപ്പിൾസ് ഡിസ്ക്രൈബ് ചെയ്യലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ആക്ച്വൽ ഷെയറിന്റെ ബേസിൽ കാണാറുണ്ട്, വെയ്റ്റഡ് ആവറേജ് ഷെയറിന്റെ ബേസിൽ കാണാറുണ്ട്, അതുപോലെ ടാക്സ് എമൗണ്ട് പ്രോഫിറ്റ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടാക്സ് മൈനസ് ചെയ്യണം, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യണം, ദെൻ ഡിവിഡൻഡ് മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള പ്രിസ്ക്രൈബ്ഡ് പ്രിൻസിപ്പിൾസ്, അതാണ് അതിന്റെ പ്രൊസീജിയർ. ദെൻ പ്രിൻസിപ്പിൾസ് ഫോർ ഡിറ്റർമിനിങ് എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക, ആൻഡ് പ്രസന്റിങ് എന്നിട്ട് എന്ത് ചെയ്യുന്നു, പ്രസന്റ് ചെയ്ത് കൊടുക്കുന്നു. എന്താണ് പ്രസന്റ് ചെയ്ത് കൊടുക്കുന്നത്, EPS amount. That is the fundamental objective of EPS. Okay, then second one, to improve the performance.
അപ്പോൾ എന്ത് കിട്ടും? ഈ പറയുന്ന രീതിയിൽ ഇതിന്റെ ഫാക്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് കമ്പനീന്റെ കമ്പാരിസൺ നടക്കും. ദാറ്റ് മീൻസ് ഒരു യൂണിറ്റ് ഡിഫറെന്റ് ഏരിയാസിൽ അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള പ്രോസസ്സിൽ ഇൻവോൾവ് ആകുമ്പോൾ അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സിലുള്ള പ്രോസസ്സിൽ ഇൻവോൾവ് ആകുമ്പോൾ ആ കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ടു ഇംപ്രൂവ് ദ പെർഫോമൻസ്. Then third one, comparison between different entity in the same period. ഇപ്പോൾ ഒരു കമ്പനി തന്നെ ഡിഫറെന്റ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് കമ്പനീസ് റൺ ചെയ്തു പോകുന്നു. അതായത് ഒരു കമ്പനിയുടെ ബ്രാൻഡ് നെയിമിൽ ഡിഫറെന്റ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് കരുതുക. അപ്പൊ എന്താണ്? അപ്പൊ ആ ഡിഫറെന്റ് പ്രോഡക്റ്റിൽ വിച്ച് പ്രോഡക്റ്റ് വിൽ മാക്സിമൈസ് പ്രോഫിറ്റ്, ഏതിനാണ് കൂടുതൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ആ ഡിഫറെന്റ് എൻറ്റിറ്റിയിലെ അല്ലെങ്കിൽ ആ ഒരു ഡിഫറെന്റ് പ്രോഡക്റ്റിന്റെ കമ്പാരിസൺ നടക്കുന്നു. അതുപോലെ ബിറ്റ്വീൻ ദ ഡിഫറെന്റ് അക്കൗണ്ടിങ് പീരിയഡ്സ് ഫോർ ദ സെയിം എൻറ്റിറ്റി. ഇപ്പോൾ 2019 റിസൾട്ട്, 2018 റിസൾട്ട്, 2020 റിസൾട്ട്. ഓക്കെ, അപ്പൊ റിസൾട്ട് കമ്പാരിസൺ ഒരു എൻറ്റിറ്റിന്റെ ഡിഫറെന്റ് പീരിയഡിൽ ഡിഫറെന്റ് അക്കൗണ്ടിങ് പീരിയഡിലുള്ള റിസൾട്ട് കമ്പാരിസണിന് വേണ്ടി യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ ഒന്നിൽ കൂടുതൽ ഇവന്റ് ഒരു കമ്പനീന്റെ ബ്രാൻഡ് നെയിമിന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഏതാണ് കൂടുതൽ സക്സസീവ് ആയിട്ടുള്ളത് എന്ന് ഫൈൻഡ് ചെയ്യുന്നതിനും എന്ത് ചെയ്യുന്നുണ്ട്? EPS നമ്മൾ ഉപയോഗപ്പെടുന്നു. അപ്പൊ EPS ഉപയോഗിക്കുന്നതിന്റെ അല്ലെങ്കിൽ EPS ഫൈൻഡ് ചെയ്യുന്നതിന്റെ ഒബ്ജക്റ്റീവാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള സെക്കൻഡ് പാർട്ട് എന്താണ്? സ്കോപ്പ്. ഇതിന്റെ സ്കോപ്പ് ഇത് എവിടെ വരെ വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി ഓൺ ഓൾ എൻറ്റിറ്റീസ്. എല്ലാ എൻറ്റിറ്റീസിന്റെയും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഇവന്റ് അല്ല ഏത് EPS എന്ന് പറഞ്ഞത്. ആൻഡ് എൻറ്റിറ്റി പ്രസൻസ് ബോത്ത് കൺസോളിഡേറ്റഡ് ആൻഡ് സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു യൂണിറ്റ് ഡിഫറെന്റ് ഏരിയാസിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു യൂണിറ്റിന്റെ ബ്രാഞ്ച് ഡിഫറെന്റ് ഏരിയയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും എന്ത് ചെയ്യണം? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാം, ബ്രാഞ്ചിന് സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാം, ഹെഡ് ഓഫീസിന് അല്ലെങ്കിൽ പാരന്റ് കമ്പനിക്ക് സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ സ്കോപ്പ് എവിടെ കിടക്കുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇത് എവിടെ വരെ വ്യാപിച്ച് കിടക്കുന്നു എന്ന് ചോദിച്ചാൽ, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നിടത്തും കൺസിഡർ ചെയ്യാം. ദെൻ സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പാരന്റ് കമ്പനിക്കും സബ്സിഡിയറി കമ്പനിക്കും അതുപോലെ ഡിഫറെന്റ് ബ്രാഞ്ചസിനും ഓപ്പൺ ചെയ്യുന്നിടത്ത് ഇത് യൂട്ടിലൈസ് ചെയ്യാം. ഇതെന്തല്ല? ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി ഓൺ ഓൾ എൻറ്റിറ്റീസ്. ദെൻ തേർഡ് ടോപ്പിക്, ഡെഫിനിഷൻസ്. ഇപ്പോൾ ഡെഫിനിഷൻസിലെ ഫസ്റ്റ് വൺ, അതായത് ഡെഫിനിഷൻസിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഓർഡിനറി ഷെയർ ആണ്. എന്താണ് ഓർഡിനറി ഷെയർ എന്ന് പറഞ്ഞാൽ? ആൻ ഓർഡിനറി ഷെയർ ഈസ് ആൻ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ് that is subordinate to all other classes of equity instrument. It is also known as common share. ഒരു കമ്പനി ഡീൽ ചെയ്യുന്ന എല്ലാ വിധത്തിലുള്ള ഷെയറിനെയാണ് എന്ന് പറയുന്നത് ഓർഡിനറി ഷെയർസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ആ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസിനെയാണ് ഓർഡിനറി ഷെയർ എന്ന് ട്രീറ്റ് ചെയ്ത് പോവാം. ദെൻ സെക്കൻഡ് പാർട്ട്, പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർ. എന്താണ് പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് or other contract that may entitle its holder to ordinary shares. That means, for example പറയുകയാണെങ്കിൽ കൺവേർട്ടിംഗ് ഷെയർസ്, ദാറ്റ് മീൻസ് കൺവേർട്ടിംഗ് പ്രിഫറൻസ് ഷെയറിനെ ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റുന്നു. അപ്പോൾ പ്രിഫറൻസ് ഷെയർസിനെ എന്താക്കുന്നു? ഓർഡിനറി ഷെയർ ആക്കി മാറ്റുന്നു. ഓർഡിനറി ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസ് ആണ്. അപ്പോൾ ആ ഇക്വിറ്റി ഷെയർസിലേക്ക് കൺവേർട്ട് ചെയ്യാണ് കൺവേർട്ടിംഗ് പ്രിഫറൻസ് ഷെയർസ് ചെയ്യുന്നത്. അതുപോലെ ഷെയർ സർട്ടിഫിക്കറ്റ്, ഷെയർ വാറണ്ടി, ഇപ്പോൾ എംപ്ലോയി സ്റ്റോക്ക് പർച്ചേസ് പ്ലാന്, ഈ പറയുന്നതൊക്കെ എന്താണ്? എംപ്ലോയീസിന് ഒരു ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കമ്പനീനെ ഷെയർ ഹോൾഡർ ആയി മാറാനുള്ള. അപ്പോൾ ഒരു കോൺട്രാക്റ്റിന്റെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയറിലേക്ക് ഓർഡിനറി ഷെയറിലേക്ക് മാറ്റി കൊടുക്കുന്നതിനെ ആണ് എന്ത് പറയുക? പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർ എന്ന് ട്രീറ്റ് ചെയ്യാം. മൂന്നാമത്തെ പാർട്ടാണ് ഏണിംഗ് പെർ ഷെയർ. ഏണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത് കമ്പനീന്റെ ഷെയറിന്റെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് കിട്ടുന്നു? ഇൻട്രസ്റ്റ് കിട്ടുന്നു. കമ്പനീന്റെ ഷെയറിനെ ബേസ് ചെയ്തുകൊണ്ട്
ഇൻട്രസ്റ്റ് അക്വയർ ചെയ്ത് പോവുകയാണ്, ഏണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ ഡൈലൂഷൻസ്. ഡൈലൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈലൂഷൻ ഈസ് ദ റിഡക്ഷൻ ഇൻ ഏണിംഗ് പെർ ഷെയർ or an increase in loss per share resulting from the assumptions that convertible instruments are converted, that options or warranted are exercised. എന്ന് പറഞ്ഞാൽ ഷെയർ അല്ലെങ്കിൽ ഡിബഞ്ചർ ഡീലിങ്സ് നടത്തുന്ന സമയം ലോസിന്റെ വോളിയം കൂടുന്നു, അതേസമയം ഏണിങ്സിന്റെ അതായത് ഏണിംഗ് പെർ ഷെയറിന്റെ വോളിയം കുറയുന്നു. ഓക്കെ, അപ്പൊ ലോസിന്റെ വോളിയം കൂടുന്നു എന്ന് പറഞ്ഞാൽ തന്നെ പ്രോഫിറ്റിന്റെ വോളിയം എന്താവും? റെഡ്യൂസ് ആവും. അപ്പൊ പ്രോഫിറ്റിന്റെ വോളിയം റെഡ്യൂസ് ചെയ്യുമ്പോൾ കമ്പനീന്റെ ഷെയറിന്റെ വോളിയം എന്തായിട്ടുണ്ടാവും? കൂടിയിട്ടുണ്ടാവും. അപ്പൊ ഷെയറിന്റെ വോളിയം കൂടുന്ന സമയം സ്വാഭാവികമായും അതിൻ്റെ അകത്തുനിന്ന് ഓരോരുത്തർക്കും കിട്ടുന്ന ഇൻട്രസ്റ്റിന്റെ വോളിയം കുറയുകയും ചെയ്യും, ആണല്ലോ. അപ്പൊ ആ ഡൈല്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഇൻ ഏണിങ്സ് പെർ ഷെയർ ആണ്. ഇത് ഏണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് അക്വയർ ചെയ്യുന്നതാണ് ഏണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ. ദെൻ ഡൈലൂഷൻ. ഡൈലൂഷൻ എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഇൻ ഏണിങ്സ് പെർ ഷെയർ ഓർ ഇൻക്രീസ് ഇൻ ലോസ് ഓൺ പെർ ഷെയർ റിസൾട്ട്. അപ്പൊ നമ്മൾ കൺവേർഷൻ നടത്തുന്നു എന്ന് പറയുമ്പോൾ കൺവേർഷൻ നടത്തുന്ന സമയത്ത് കമ്പനിക്ക് ലോസ് ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും ഇക്വിറ്റി ഷെയറിന്റെ എണ്ണം കൂടുകയും ലോസിന്റെ വോളിയം കൂടുകയും ചെയ്യുകയാണ്. അപ്പൊ ലോസിന്റെ വോളിയം കൂടുമ്പോൾ പ്രോഫിറ്റിന്റെ വോളിയം കുറയും, ദെൻ ഷെയറിന്റെ വോളിയം ഇവിടെ കൂടുകയും ചെയ്യുകയാണ്. അപ്പൊ എന്തായിരിക്കും? അതിന് അക്വയർ ചെയ്യുന്ന റിസൾട്ടിന്റെ വോളിയം കുറഞ്ഞു വരികയാണ് ചെയ്യുക, ഇൻട്രസ്റ്റിന്റെ വോളിയം കുറഞ്ഞു വരികയും ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് ഡൈല്യൂട്ടഡ് എന്നുള്ളത്. അപ്പൊ 4 ഫാക്റ്റ് ആണുള്ളത്. ഒന്നാമത്തത് ഓർഡിനറി ഷെയർ, രണ്ടാമത്തത് പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർ, തേർഡ് വൺ അതിന്റെ ഏണിംഗ് പെർ ഷെയർ, ദാറ്റ് മീൻസ് അതിന്റെ ഇൻട്രസ്റ്റ് അക്വയർ ചെയ്യുന്നത്, ഫോർത്ത് വൺ ഡൈലൂഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മള് തിയറി പാർട്ടിലുള്ള ഏരിയാസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഏണിങ്സ് പെർ ഷെയറിന്റെ ബേസിക് ഏണിംഗ് പെർ ഷെയർ, അതുപോലെ ഡൈല്യൂട്ടഡ് ഏണിംഗ് പെർ ഷെയർ. ഇത് ഡിസ്ക്ലോസ് ചെയ്യുന്നത് IND AS 33-ലാണ്. ഈ 2 ഫാക്റ്റും എന്ത് ചെയ്യുന്നത്? ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിന്റെ സ്കോപ്പ് എത്രമാത്രം ഉണ്ടെന്ന് ഡിസ്കസ് ചെയ്തു, ഏതെല്ലാം ഡെഫിനിഷൻ അല്ലെങ്കിൽ ഏതെല്ലാം ടേമുകളാണ് ഇതിനകത്ത് ഡിസ്ക്ലോസ് ചെയ്തു പോകുന്നത് എന്നുള്ളതാണ് ഡെഫിനിഷനിലൂടെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ പഠിക്കാനുള്ളത് മെഷർമെന്റ് ആണ്. ദാറ്റ് മീൻസ് എങ്ങനെയാണ് EPS കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മെഷർമെന്റ് കാണുന്ന വേസ് ആണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, മെഷർമെന്റ് ലാസ്റ്റ് പാർട്ടായ മെഷർമെന്റ്. എങ്ങനെയാണ് മെഷർമെന്റ് നടത്തുന്നത്? 4th ഇവന്റ് ആണ് മെഷർമെന്റ്. ഓക്കെ, മെഷർമെന്റ്. ഇപ്പൊ മെഷർമെന്റ് അല്ലെങ്കിൽ അത് ബേസിക് EPS എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതുപോലെ ഡൈല്യൂട്ടഡ് EPS എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇപ്പൊ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയം നമ്മോട് എക്സാമിന് ആവശ്യപ്പെടുന്നത് കാൽക്കുലേറ്റ് ബേസിക് EPS ആൻഡ് ആൾസോ ഡൈല്യൂട്ടഡ് EPS. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക. ബേസിക് EPS-ഉം അതുപോലെ ഡൈല്യൂട്ടഡ് EPS-ഉം കാൽക്കുലേറ്റ് ചെയ്യാൻ. അതല്ലെങ്കിൽ എങ്ങനെ ചോദിക്കാം? ബേസിക് EPS 2 പീരിയഡ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. ഫോർ എക്സാമ്പിൾ 2010-ലെ ബേസിക് EPS, ദെൻ 2011-ലെ ബേസിക് EPS. അതുപോലെ തന്നെ ഡൈല്യൂട്ടഡ് EPS-ഉം ഡിഫറെന്റ് പീരിയഡിൽ, ഫോർ എക്സാമ്പിൾ 2008 ദെൻ 2009. അപ്പോൾ 2 പീരിയഡുകൾ വെച്ചുകൊണ്ട് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ബേസിക് EPS-ഉം അതുപോലെ ഡൈല്യൂട്ടഡ് EPS-ഉം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിന്റെ ഫോർമുല, എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. ദെൻ ഫോർമുല ഓഫ് EPS കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. EPS എങ്ങനെയാണ്? EPS ഈസ് ഈക്വൽ ടു, EPS മീൻസ് ഏണിംഗ് പെർ ഷെയർ. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഫോർമുല? പ്രോഫിറ്റ് ഓർ ലോസ് attributable to the ordinary equity shareholder of the parent entity. That means profit or loss attributable to ordinary equity shareholders of the parent entity. അതായത് parent കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റ്. ഓക്കെ, then divided by weighted average number of ordinary shares outstanding during the period. Weighted average number of
ഓർഡിനറി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ എത്ര നമ്പർ ഓഫ് ഷെയർസ് ഓർഡിനറി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂറിങ് ദ പീരിയഡ്. വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂറിങ് ദ പീരിയഡ്. അപ്പോൾ പാരന്റ് കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റ് ഓർ ലോസ്, ദാറ്റ് മീൻസ് പ്രോഫിറ്റ് ഓർ ലോസ് attributable to ordinary equity shareholders of the parent entity. അപ്പോൾ പാരന്റ് കമ്പനി ഉണ്ടാവും, സബ്സിഡിയറി കമ്പനി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ പാരന്റ് കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ്. ദാറ്റ് മീൻസ് എത്ര ഓർഡിനറി ഷെയർസ് ആണോ ഔട്ട്സ്റ്റാൻഡിങ് ആയി കിടക്കുന്നത് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ഫോർമുല. ഇനി എന്ത് ചെയ്യണം? ഇത് രണ്ടും ഫൈൻഡ് ചെയ്യണം. ഹൗ ടു കാൽക്കുലേറ്റ് ദ പ്രോഫിറ്റ്. ഇതാണ് ഇതിന്റെ സ്റ്റെപ്സ്. EPS കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അല്ലെങ്കിൽ ഏണിങ്സ് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെ ഏണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മൾ പറഞ്ഞു ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓൾ എക്സ്പെൻസസ് ഇൻക്ലൂഡിംഗ് ടാക്സ്, ദെൻ ഡിവിഡൻഡ് ആൻഡ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. അപ്പൊ എല്ലാ എക്സ്പെൻസസും ഡിഡക്ട് ചെയ്യുന്നതിന്റെ കൂടെ ടാക്സ്, ഡിവിഡൻഡ് ആൻഡ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഇതെന്ത് ചെയ്യണം? ഡിഡക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് കുറയും. അപ്പൊ നമ്മൾ പ്രോഫിറ്റ് ഫൈൻഡ് ചെയ്തു. രണ്ടാമത് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആവറേജ് നമ്പർ ഓഫ്, അതായത് വെയ്റ്റഡ് ആവറേജ് നമ്പർ കണ്ടുപിടിക്കണം. ഏതിന്റെ? ഓർഡിനറി ഷെയർസിന്റെ. എത്ര നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ആയി കിടക്കുന്നുണ്ടോ അതിന്റെ വെയ്റ്റഡ് ആവറേജ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ ഫാക്ട് വെയ്റ്റഡ് ആവറേജ് കൂടി ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ആൻ എൻറ്റിറ്റി. അപ്പോൾ ആ എൻറ്റിറ്റിയിൽ എത്രമാത്രം ഓർഡിനറി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ആയി കിടക്കുന്നുണ്ട് അതിന്റെ വെയ്റ്റഡ് ആവറേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്പർ ഓഫ് ഷെയർസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ സാധാരണ കേസിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ കലണ്ടർ ഇയർ ആണ് ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? ജാനുവരി ടു ഡിസംബർ. ഓക്കെ, അപ്പോൾ ജാനുവരി ടു ഡിസംബർ ആയിരിക്കും കമ്പനീൻ്റെ ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത്. അതായത് ഇത്തരത്തിലുള്ള പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ സാധാരണ കേസിൽ കമ്പനി കലണ്ടർ ഇയറിനെയാണ് ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് ട്രീറ്റ് ചെയ്തു പോകുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ഫസ്റ്റ് ജാനുവരി, എക്സാമ്പിൾ 2020 എടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ജാനുവരി 2020 കമ്പനിയിലെ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് ഓർഡിനറി ഷെയർസ് 200 ആണ്. ഓക്കെ, നമ്പർ ഓഫ് ഷെയർസ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. വെയ്റ്റഡ് ആവറേജ്, ആ എത്ര ഓർഡിനറി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടോ അതിന്റെ വെയ്റ്റഡ് ആവറേജ് എമൗണ്ട് അല്ലെങ്കിൽ നമ്പറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ജാനുവരി 2020 കമ്പനിയിലെ ഓർഡിനറി ഷെയറിന്റെ എണ്ണം 200 ആണ്. ഓക്കെ, ദെൻ 13th സെപ്റ്റംബർ 2020 കമ്പനിയിലെ ഓർഡിനറി ഷെയർസിന്റെ എണ്ണം 280. ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് ജാനുവരി 2020 200ഉം ദെൻ 13th സെപ്റ്റംബർ 2020 കമ്പനിയിലെ ഓർഡിനറി ഷെയറിന്റെ എണ്ണം 280യുമായി. ദെൻ ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഇവിടെ ചെയ്യേണ്ടത് സ്റ്റാർട്ടിംഗ് പീരീഡ് നമ്മൾ പറഞ്ഞു ജാനുവരി ടു ഡിസംബർ ആണ്. അപ്പോൾ ഫസ്റ്റ് ജാനുവരി ടു 31st ഡിസംബർ വരെ ഈ 200 ഷെയർസ് അങ്ങനെ തന്നെ ഉണ്ട്, അതിലൊരു മാറ്റം സംഭവിച്ചിട്ടില്ല. ദെൻ 13th സെപ്റ്റംബർ 2020 മുതൽ എന്ന് പറഞ്ഞാൽ ഇത് ഈ മാസം അവിടെ എൻഡ് ചെയ്തു. ഇനി എത്ര മാസത്തേക്കാണുള്ളത്? ദാറ്റ് മീൻസ് സെപ്റ്റംബർ, ഒക്ടോബർ, ദെൻ നവംബർ, ദെൻ ഡിസംബർ. ഓക്കെ, 3 months. അപ്പോൾ 3 monthsന് ഇതിന്റെ ഡിഫറൻസ് എത്ര? 200 ഉള്ളത് 280 ആയി എന്നാ പറഞ്ഞത്. അപ്പോൾ ഡിഫറൻസ് എമൗണ്ട് എന്ന് പറയുന്നത് 80 ആണ്.
ഓൾറെഡി എന്തുണ്ട് 200 ഉണ്ട്. ഈ ഒരു പീരീഡ് ആയപ്പോൾ കമ്പനിയുടെ നമ്പർ ഓഫ് ഷെയർസിന്റെ എണ്ണം 280 ആണ് എന്നാ പറഞ്ഞത്. അപ്പൊ ഡിഫറൻസ് എത്ര? 80 നമ്പർ ഓഫ് ഷെയർസ് ആണ് എന്ത് ചെയ്തത് അഡീഷണലി വന്നു ചേർന്നിട്ടുള്ളത്. ആ അഡീഷണൽ വന്നു ചേർന്നതിന്റെ കൂടി വാല്യൂ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. സോ പ്ലസ് നേരത്തെയുള്ള 200 പ്ലസ് 80 ഇൻറ്റു 3/12. 3 കിട്ടിയത് 3 മന്ത്സിനാണ് ഇത് ഇവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയി കിടക്കുന്നുള്ളൂ. ആ 3 മന്ത്സ് ഡിവൈഡഡ് ബൈ ഒരു ഇയറിലെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ 200 പ്ലസ് 4 into 2 20. So 20. Okay, then 220. Number of weighted average number of ordinary shares outstanding 220. ക്ലിയർ ആണല്ലോ. ഇനി ഇതുപോലെ തന്നെ ഇതേ കേസിൽ എന്തുണ്ടാവും? കമ്പനി തിരിച്ചു വാങ്ങിക്കും. ഇപ്പൊ ഇവിടെ അഡീഷണൽ ഷെയർസ് എന്താ ചെയ്തത്? കൊണ്ടുവന്നേക്കാണ്, ഇഷ്യൂ ചെയ്തേക്കാണ് കമ്പനി. ഓക്കെ, അപ്പോൾ അവിടെ ഷെയറിന്റെ എണ്ണം കൂടി. അതേ സമയത്ത് ബോട്ട് ബാക്ക് ചെയ്യും. അപ്പോൾ ബോട്ട് ബാക്ക് ചെയ്യുമ്പോൾ കമ്പനിയുടെ ഷെയറിന്റെ വോളിയം ഉണ്ടാവും, ഷെയർ ക്യാപിറ്റലിന്റെ വോളിയം കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? എത്ര ഷെയർ ആണോ എത്ര കാലാവധിക്കാണോ നമ്മൾ വാങ്ങിക്കുന്നത് അതിന്റെ വോളിയം മൈനസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അത് മൈനസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ അഡീഷണൽ ഇഷ്യൂ ചെയ്തതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്? പ്ലസ് ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് ബോട്ട് ബാക്ക് ആണെന്നുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത് സ്റ്റാർട്ടിംഗ് പീരിയഡിലുള്ളതിന് നോ ചേഞ്ച്. അതിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ആവുന്നത് എത്ര? അപ്പൊ അഡീഷണൽ 80 ഷെയർ ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്, വെയ്റ്റഡ് ആവറേജ്. ദെൻ അതുപോലെ എത്ര എണ്ണം ബോട്ട് ബാക്ക് ചെയ്തിട്ടുണ്ടോ, എത്ര പീരിയഡിലാണോ ബോട്ട് ബാക്ക് ചെയ്തിട്ടുള്ളത് അത് ഫൈൻഡ് ചെയ്യുന്നു. ദെൻ അതിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഷെയർ ക്യാപിറ്റലിന്റെ വോളിയം കുറയാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അത് മൈനസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ വെയ്റ്റഡ് ആവറേജ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് EPS കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ EPS കണ്ടുപിടിക്കുക? EPS കണ്ടുപിടിക്കാൻ പ്രോഫിറ്റ്, ദാറ്റ് മീൻസ് സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ്. അപ്പോൾ അത് നമ്മളിവിടെ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫൈൻഡ് ചെയ്തിട്ടുള്ള വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. ദാറ്റ് ഈസ് EPS. ദെൻ സെയിം കേസിൽ നമ്മൾ ബോട്ട് ബാക്ക് ചെയ്യുന്ന കേസ് പറഞ്ഞു. ഈ ബോട്ട് ബാക്ക് ചെയ്യുന്ന കേസിന് ഒരു എക്സാമ്പിൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, then if company bought back 42 shares എന്ത് ചെയ്യുന്നു? ബോട്ട് ബാക്ക് ചെയ്യുന്നു. എന്നാണ് ബോട്ട് ബാക്ക് ചെയ്യുന്നത്? 1st November 2020. 1st November 2020 42 ഷെയർസ് എന്ത് ചെയ്യുന്നു? ബോട്ട് ബാക്ക് ചെയ്യുന്നു. അപ്പൊ ഈ 42 ഷെയർ നവംബർ മാസത്തിൽ ബോട്ട് ബാക്ക് ചെയ്യുമ്പോൾ ഇതിനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതായത് സ്റ്റാർട്ടിങ്ങിൽ 200 ഷെയർസ് ആണ്. ദെൻ അത് 80 ഷെയർസ് അഡീഷണൽ വന്നു. സോ 3/12. ദെൻ മൈനസ് 42 ഷെയർസ് ആണ് എന്ത് ചെയ്തത്? അഡീഷണലി നമ്മൾ എന്ത് ചെയ്തത്? ബോട്ട് ബാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബോട്ട് ബാക്ക് ചെയ്യുമ്പോൾ മൈനസ് ചെയ്യുന്നു. ദെൻ അത് മൈനസ് ചെയ്യുന്ന സമയം ദെൻ എത്ര മാസത്തേക്ക്? നവംബറിലാണ്, സ്റ്റാർട്ടിങ്ങിലാണത്. 1st November 2020. സോ നവംബർ ദെൻ ഡിസംബർ 2 മാസം. ഓക്കെ, then 2/12. Then you get 6, then 7. Okay, so 200 plus 20, then minus 7. Okay, 213. ഇതാണ് നമ്പർ ഓഫ് വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് എത്രയായിരുന്നു? 220 ആയിരുന്നു. അത് നമ്മൾ ബോട്ട് ബാക്ക് ചെയ്തതും കൂടി കൺസിഡർ ചെയ്തപ്പോൾ 213 ആയിട്ട് അത് മൈനസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിന്റെ വോളിയം ഇവിടെ റെഡ്യൂസ് ചെയ്ത് പോയേക്കാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? പ്രോഫിറ്റിന്റെ വോളിയം ഡിവൈഡഡ് ബൈ ഈ നമ്പർ ഓഫ് ഷെയർസ്. പ്രോഫിറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? ഗ്രോസ് പ്രോഫിറ്റിന്റെ വോളിയത്തിൽ നിന്ന് എല്ലാ എക്സ്പെൻസസും മൈനസ് ചെയ്യുന്നു, ഇൻക്ലൂഡിങ് ടാക്സ് പേയ്മെന്റ് നടത്തിയിട്ടുള്ളത്, മൈനോറിറ്റി ഇൻട്രസ്റ്റിന്റെ വോളിയം, അതുപോലെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കൊടുത്തിട്ടുള്ളതിന്റെ വോളിയം മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ആ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ്, ദാറ്റ് മീൻസ് വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ്. ക്ലിയർ ആണല്ലോ?
ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ കമ്പനി ബിഫോർ ടാക്സ് 4 lakh, then 1 lakh equity shares and 10% preference shares of rupees 100 each. Minority interest is 15% and tax rate 20%. Then calculate EPS. അങ്ങനെയാണെങ്കിൽ EPS കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 സ്റ്റെപ്പാണ് ഇതിനകത്തുള്ളത്. ഒന്ന് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, ഡിവിഡൻഡ് ആൻഡ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഫൈൻഡ് ചെയ്യണം. അതുപോലെ ഇപ്പോൾ ഇവിടുത്തെ കേസിൽ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഒന്നും കണ്ടുപിടിക്കാനില്ല. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അവിടെ അത് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? അഡീഷണൽ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുകയോ അഡീഷണൽ ഇക്വിറ്റി ഷെയർസ് ബോട്ട് ബാക്ക് ചെയ്യുമ്പോഴോ ആണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെയ്റ്റഡ് ആവറേജ് കണ്ടുപിടിക്കേണ്ടത്. ഈ കേസിൽ വെയ്റ്റഡ് ആവറേജ് ഒന്നും കണ്ടുപിടിക്കേണ്ട. നമ്പർ ഓഫ് ഷെയർസ് ഇവിടെ കറക്റ്റ് തന്നിട്ടുണ്ട്. പക്ഷെ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് EPS എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ദെൻ ഹെഡിങ് കൊടുക്കുക, കാൽക്കുലേഷൻ ഓഫ് EPS. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ഫസ്റ്റ് ലൈൻ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. എത്ര നമുക്ക് തന്നിട്ടുള്ളത്? 4 lakh. ടാക്സ് കുറക്കുന്നതിൻ്റെ മുമ്പേ ഉള്ള പ്രോഫിറ്റ് റേറ്റ് എന്ന് പറയുന്നത് 4 lakh ആണ്. ഇനി അതിന് എന്ത് ചെയ്യണം? ടാക്സിന്റെ വോളിയം കുറയ്ക്കണം. സോ ലെസ് ടാക്സ്. ടാക്സ് റേറ്റ് എത്ര? 20%. സോ 4 lakh into 20/100 through to 80,000. ഓക്കെ, അപ്പോൾ 80,000 മൈനസ് ചെയ്താൽ 3,20,000. ഓക്കെ, അപ്പോൾ നമ്മൾ ടാക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞു, നെറ്റ് പ്രോഫിറ്റും കൺസിഡർ ചെയ്തു. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? മൈനോറിറ്റി ഇൻട്രസ്റ്റും പ്രിഫറൻസ് ഇൻട്രസ്റ്റും എന്ത് ചെയ്യണം? ഡിവിഡൻഡും മൈനസ് ചെയ്യണം. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ടുള്ള ഡിവിഡൻഡും അതുപോലെ മൈനോറിറ്റി ഇൻട്രസ്റ്റും ഡിഡക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത ഡിവിഡൻഡ് ഡിഡക്ട് ചെയ്യാൻ നോക്കാം. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? 10% പ്രിഫറൻസ് ഷെയർസ് അറ്റ് ₹10 ഈച്ച്. ഒരു ഷെയറിന് 100 രൂപയാണ്. അങ്ങനെയുള്ള 10,000 ഷെയർ ആണ് 10% ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോറി, ഡിവിഡൻഡ് കൊടുക്കുന്നത്. ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആണല്ലോ. ഡിവിഡൻഡ് കൊടുക്കുന്നത് 10% ആണ്. അപ്പൊ എന്ത് ചെയ്യണം? പ്രിഫറൻസ് ഷെയർസിന്റെ എണ്ണം ആദ്യം ഫൈൻഡ് ചെയ്യണം. എത്ര പ്രിഫറൻസ് ഷെയർസ് ഉണ്ടായിരിക്കും? അതായത് 10,000 പ്രിഫറൻസ് ഷെയർസ് 100 rupees വെച്ചിട്ട്. സോ 10,000 preference shares of ₹100, then into 10% dividend. അപ്പോൾ 100 ഇവിടെ ക്ലിയർ ചെയ്ത് പോയി. then 10,000 into 10 will get 1 lakh. ക്ലിയർ ആണല്ലോ? 10,000 ഷെയർസ് into 100 അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഷെയർ 100 രൂപ വെച്ചിട്ട് അങ്ങനെ 10,000 ഷെയറിന് ടോട്ടൽ 10 lakh rupees. 10 lakhന്റെ 10% ആണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. 10 divided by 100 will get 1 lakh. ഈ 1 lakh rupees എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. 1 lakh rupees ആണ് ഡിവിഡൻഡ് കൊടുക്കാനുണ്ടാവുക. സോ 1 lakh rupees ഡിവിഡൻഡ്. സോ ലെസ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് കൊടുത്തു. അപ്പോൾ 2,20,000 ബാലൻസ് ആണ്. ഇനി എന്ത് ചെയ്യണം? ലെസ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. മൈനോറിറ്റി ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യണം. എത്ര മൈനോറിറ്റി ഇൻട്രസ്റ്റ് റേറ്റ്? 15% ആണ്. ഏതിന്റെ 15% ആണ്? ബാലൻസ് ഉള്ള എമൗണ്ടിന്റെ 15%. സോ 2,20,000 into 15/100. Okay, 33,000. That means 15 into 22, 33. 33,000. 33,000. Then 7. Then 8. 1. 1,87,000. ഇതിലൊന്നും മൈനസ് ചെയ്യാറുണ്ടോ? ഒന്നും മൈനസ് ചെയ്യാനില്ലല്ലോ. അപ്പൊ എന്ത് കിട്ടി? മീൻസ് ആ കമ്പനിയിലെ ആക്ച്വൽ പ്രോഫിറ്റ് എമൗണ്ട് എന്ന് പറയുന്നത്
That means balance available to equity shareholders of the parent company. Balance available to equity shareholders of parent company. എത്ര? 1,87,000. Then ഇപ്പൊ നമുക്ക് പ്രോഫിറ്റിന്റെ വോളിയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി എന്താ നമ്മൾ EPS ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. EPS എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? Then ഇവിടെയുള്ള പ്രോഫിറ്റ് എമൗണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ പ്രിഫറൻസ് ഷെയർസും ഉണ്ട്, ഇക്വിറ്റി ഷെയർസും ഉണ്ട്. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർസ് ആണ്. സോ EPS is equal to 1,87,000 divided by 1 lakh. So we'll get 1.87. That is the EPS. Clear ആയെന്ന് കരുതുന്നു. Okay, thank you.